ഹലോ, ദിസ് ഈസ് ജസ്ന. ഞാൻ ഇന്നൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഒരുപാട് നാളത്തെ എൻ്റെ ആഗ്രഹമായിരുന്നു. അങ്ങനെ ഫൈനലി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പം എൻ്റെ ചാനലിൻ്റെ പേര് ആരും മറക്കണ്ട, സ്റ്റാൻഡേർഡ്സ് ബൈ ജസ്ന എന്നാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ഡേ ഇൻ മൈ ലൈഫിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന്. അപ്പോൾ ഇതൊരു കുട്ടി വ്ളോഗാണ്. എൻ്റെ 23rd ഏപ്രിലിൽ ഞാൻ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ രാവിലെ എഴുന്നേക്കാൻ ഒരുപാട് മടിയുള്ള ഒരാളാണ് ഞാൻ. ശരിക്കും പറഞ്ഞാൽ 11 മണിയൊക്കെ ആകുമ്പോഴാണ് ഞാൻ എണീറ്റത്. അതിനുശേഷം ഞാൻ പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകി ഫുഡ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. കാരണം ഞാൻ ഇന്ന് ബാംഗ്ലൂർക്ക് തിരിച്ചു പോകുന്നതുകൊണ്ട് മാക്സിമം എന്തൊക്കെ കഴിക്കാൻ പറ്റുമോ അതൊക്കെ കഴിക്കണം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പവും ചിക്കൻ കറിയായിരുന്നു, വെള്ളയപ്പവും ചിക്കൻ കറിയായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ കടലക്കറി ഉണ്ടായിരുന്നു. ഞാൻ ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കഴിക്കുന്നത്. എൻ്റെ ഫേസിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, എനിക്കിന്ന് പോകുന്നതിൻ്റെ എല്ലാ വിഷമവും ഫേസിലുണ്ട്. പിന്നെ സന്തോഷമുണ്ട്, കാരണം എനിക്ക് എൻ്റെ വെസ്റ്റുവിനെ 5 ദിവസം ഞാൻ ഇതുവരെ പിരിഞ്ഞിരുന്നിട്ടില്ല. അപ്പം ഫസ്റ്റ് ടൈമാണ് ഞാൻ അങ്ങനെ ഇരിക്കണത്. അപ്പം അതിൻ്റെ ഒരു സന്തോഷവും സങ്കടവും ഉണ്ട്. ഫുഡൊക്കെ മിസ് ചെയ്യുമല്ലോ എന്ന് ആലോചിച്ചിട്ട്. പൊതുവേ ഞാൻ അവനെ കൊണ്ടുവരാറുണ്ട്. ഈ പ്രശ്നം കാറില്ലാത്ത കാരണം കൊണ്ടുവന്നില്ല. അപ്പോൾ വെസ്റ്റു ആരാന്നല്ലേ? വെസ്റ്റു എൻ്റെ കൂടെ ബാംഗ്ലൂരിലുള്ളതാണ്. അവനെ നമുക്ക് വഴിയെ പരിചയപ്പെടാം. ഇനി അങ്ങോട്ടുള്ള ബാംഗ്ലൂർ വ്ളോഗ്സിലൊക്കെ എന്തായാലും അവനുണ്ടാവും. അപ്പം നമുക്ക് എന്തായാലും പരിചയപ്പെടാം. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞാൻ പുറത്തോട്ട് ഇങ്ങനെ നോക്കി നിൽക്കുക. ഒന്ന് പറമ്പിൽ വരെ പോയി നോക്കാമെന്ന് ചോദിച്ചു. കാരണം ഇന്നലെ ഞാൻ ഒരുപാട് പേരയ്ക്ക കഴിച്ചപ്പോൾ എനിക്ക് പിന്നെയും കഴിക്കാൻ തോന്നി. കാരണം ബാംഗ്ലൂർ കിട്ടുന്ന പേരയ്ക്ക ഭയങ്കര ഹാർഡാണ്. എനിക്ക് പഴുത്ത പേരയ്ക്കാണ് ഇഷ്ടം. അത് കാരണം ഞാൻ ചെന്ന് നോക്കിയപ്പം ഇന്നലെ കിട്ടിയ അത്രയൊന്നും ഇല്ലായിരുന്നു. ഒന്നും കിട്ടിയില്ല. ഇന്നലെ മുഴുവൻ പഴുത്തതായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഞാൻ അവിടെയുള്ളവർക്ക് കൊണ്ടു കൊടുക്കാമല്ലോ എന്ന് എൻ്റെ കൊളീഗ്സിനൊക്കെ കൊണ്ടു കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച് ചെന്ന് നോക്കിയപ്പോൾ ഒന്നും കിട്ടിയില്ല, എല്ലാം പച്ചയായിരുന്നു. പിന്നെ കുറച്ച് നേരം പറമ്പിൽ കൂടെ പോയി. ഒരുപാട് നാളായി പറമ്പിലോട്ടൊക്കെ ഇറങ്ങിയിട്ട്, ഞാൻ അങ്ങനെ ഇറങ്ങാറില്ല. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നോക്കുമ്പോൾ പോർച്ച് കിടക്കുന്ന കാറിൽ ചെളിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് കാറൊന്ന് പുറത്തോട്ട് ഇറക്കി, അതിനും ജസ്റ്റ് ഒന്ന് കഴുകാൻ വേണ്ടിയിട്ട്. പക്ഷേ ഒരു ആവേശമായിരുന്നു എന്നുള്ളത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. കാരണം കാറ് കഴുകുന്നത് അത്ര ചെറിയ കാര്യമൊന്നുമല്ല, നല്ല സ്റ്റാമിന വേണം. എനിക്കതില്ലെന്ന് ഇത് കഴുകി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. കാരണം ഇത് തുടച്ച് വൃത്തിയാക്കി അപ്പോൾ എന്നും രാവിലെ കഴുകണമെന്നാണ്. പക്ഷേ വയനാട് പോയി കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ ഒന്നും പറ്റിയില്ല. ഇതാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ട് വാങ്ങിയ കാറ്, ഈ കൈഗർ RX. അപ്പോഴേക്കൊക്കെ ഒരു കാറ് വാങ്ങിച്ചു കൊടുക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ വാങ്ങിയതാണ്. ഞാൻ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു. അത് വാങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അത് അപ്പം തന്നെ വാങ്ങിക്കണം. അത് നമ്മൾ ഒരിക്കലും മാറ്റി വെക്കരുത്. കാരണം ഇന്നാണോ നാളെയാണോ നമ്മൾ പോകുന്നതെന്നൊന്നും നമുക്കറിയത്തില്ല. അപ്പോൾ ജീവിക്കേണ്ട ദിവസം കാലവും അത്രയും സന്തോഷമായിട്ട് ജീവിക്കണം എന്ന് ഞാൻ പറയുള്ളൂ. എൻ്റെ ഒരു പോളിസി അതാണ്. ഞാൻ എൻ്റെ എന്താഗ്രഹമാണേലും അത് ഉടനെ സാധിച്ചിരിക്കും. എല്ലാം അങ്ങ് സാധിച്ചിരിക്കണം. അതൊക്കെയാണ് ലൈഫിൻ്റെ ഒരു ത്രില്ലെന്ന് പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ എന്ത് ലൈഫല്ലേ? അപ്പോൾ ഞാൻ കാറൊക്കെ കഴുകി ഒരുവിധം അടുത്തിട്ടുണ്ട് ഇപ്പം തന്നെ. പിന്നെ എല്ലാം അഡ്ജസ്റ്റ്മെൻറ്റിൽ ചെയ്യാന്നുള്ളൊരു പുറപ്പാടിലാണ് ഞാനിപ്പോൾ നിന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഞാൻ ഓൾറെഡി മടുത്ത്. കാരണം ഒരു സൈഡ് ക്ലീൻ ആക്കിയപ്പോഴേക്കും ഒരു വഴിയായിട്ടുണ്ട്. അപ്പോൾ ബാക്കി ഞാൻ പപ്പയോട് വന്നിട്ട് ക്ലീൻ ചെയ്തോളാൻ പറയുന്നുണ്ട്. അപ്പം അത്രയേ ഉള്ളൂ കാറ് കഴുക്കൊക്കെ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു രൂപത്തിലാക്കിയെടുത്തിട്ടുണ്ട് ഞാൻ. വൃത്തിയായെന്ന് തോന്നുന്നു അല്ലേ? ചെറുതായിട്ടൊരു കളർ വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഞാനൊരു പഴമൊക്കെ എടുത്ത് കഴിച്ച് അങ്ങനെ ഇരിക്കുകയായിരുന്നു. ഭയങ്കര ചൂടാണ്. പിന്നെ പപ്പ വന്നു അപ്പോഴേക്കും. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ കാറ് കഴുകിയ കാര്യമൊക്കെ ഡിസ്കസ് ചെയ്തു, പോണ കാര്യമൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. ഇന്നത്തെ ഫുഡിന് സ്പെഷ്യലൊന്നും ഇല്ലായിരുന്നു. ജസ്റ്റ് വൻപയർ തോരനും 2 മീൻ പൊരിച്ചതും പിന്നെ അച്ചാറുമായിരുന്നു, മാങ്ങ അച്ചാർ ധാരാളം. പിന്നെ പപ്പ കടയിലോട്ട് തിരിച്ചു പോയി. പപ്പയ്ക്ക് താഴെ ഒരു ഷോപ്പുണ്ട്. അപ്പോൾ പപ്പ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി വരുന്നതാണ്. വരുന്ന വരവൊക്കെ കണ്ടാൽ തോന്നും മഴ ഇപ്പോൾ പെയ്യുന്നു. പക്ഷെ ഒന്നും പെയ്തില്ല. ജസ്റ്റ് ചൂട് കുറച്ച് കൂടുതലാക്കിയിട്ട് പോയി. ലാസ്റ്റ് വൈകുന്നേരം ആയപ്പോഴേക്കും മമ്മി ചായ ഉണ്ടാക്കി തന്നു. പിന്നെ വഴി കൂടെ കുട്ടികളൊക്കെ പോകുന്നുണ്ട് സ്കൂളൊക്കെ കഴിഞ്ഞിട്ട്. ഞാൻ വരാന്തയിലിരുന്നാണ് എപ്പോഴും ഫുഡ് കഴിക്കുക കേട്ടോ. മോർണിംഗ് ആണെങ്കിലും ഫുഡ് കഴിക്കുക വരാന്തയിലിരുന്നാണ്. പക്ഷേ ഇന്ന് രാവിലെ നല്ല ചൂടായിരുന്നു കാരണം ഞാൻ കഴിക്കാൻ പറ്റിയില്ല. അപ്പം ഇങ്ങനെ പോണ കാര്യമൊക്കെ ആലോചിച്ചിരുന്നപ്പോഴാണ് 9 മണിക്കല്ല ബസ്, 6 മണിക്കാണ്. പിന്നെ ഞാൻ പെട്ടെന്ന് എല്ലാം ഷടപടയെന്ന് പാക്ക് ചെയ്തു. അമ്മേൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ചീത്തയൊക്കെ കേട്ടു. കാരണം അമ്മ 9 മണിയാണെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഫാൻ്റെ ചോട്ടിലൊക്കെ വെച്ച് ചൂടൊക്കെ ആറ്റി ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഒരു ചെറിയ ഗെറ്റ് റെഡി വിത്ത് മീ ആവാം അല്ലേ? അപ്പോൾ പിന്നെ അതാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ്. ഇതാണ് കേട്ടോ എൻ്റെ ഗോ ടു പ്രൊഡക്ട്സ്. അപ്പോൾ ഞാനിതാണ് യൂസ് ചെയ്യുന്നത്. ഞാനങ്ങനെ ഒരുപാട് മേക്കപ്പ് ഒന്നും യൂസ് ചെയ്യാത്ത ആളാണ്. എനിക്ക് മേക്കപ്പിനോട് അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല.
ഞാൻ കുറച്ചൊക്കെ യൂസ് ചെയ്യാറുള്ളൂ. കാരണം ഞാൻ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോഴേ ഞാൻ ഫൗണ്ടേഷന് അതുപോലെയൊക്കെ കാര്യങ്ങളോ കൺസീലർ അങ്ങനത്തെ ഒക്കെ യൂസ് ചെയ്യാറുള്ളൂ. എപ്പോഴും ഒരിക്കലും ഞാൻ എൻ്റെ ഫേസിൽ ഒന്നും ഇടില്ല. പിന്നെ ചെറിയ സിറമാണ് ഞാനിപ്പോൾ ജസ്റ്റ് അപ്ലൈ ചെയ്യുന്നത്. സിറം എനിക്ക് ഭയങ്കര ഇഷ്ടമായതാണ്, ഞാനത് അപ്ലൈ ചെയ്ത് കൊടുക്കും. പിന്നെ അതിന് ശേഷം ഞാൻ ജസ്റ്റ് ക്രീം അപ്ലൈ ചെയ്യും. പിന്നെ അതിന് ക്രീമും സെറവുമാണ് മെയിനായിട്ട് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യാറ്. സൺസ്ക്രീൻ രാവിലെ ആണെങ്കിലും അല്ലെങ്കിൽ ഓഫീസിൽ പോകുമ്പോഴോ നല്ലതായിട്ട് സണ്ണുള്ള സമയത്ത് മാത്രമേ ഞാൻ സൺസ്ക്രീനൊക്കെ യൂസ് ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യില്ല. കാരണം എനിക്ക് ഭയങ്കര ഫേസിൽ ഒട്ടിപ്പിടിക്കുന്നത്. പിന്നെ യാത്ര ചെയ്യുന്ന സമയത്ത് നൈറ്റ് ആണല്ലോ, അപ്പോൾ യാത്ര ചെയ്യുമ്പോൾ ഒരുപാടൊന്നും നൈറ്റിൽ അത്ര മേക്കപ്പിൻ്റെ ആവശ്യമില്ല. അത് കാരണം ഞാനത് ചെയ്യാറില്ല. പിന്നെ ഈ 2 കഴിഞ്ഞ ശേഷം ഉടനെ ഞാൻ ലിപ്സ്റ്റിക് ഇടും. ലിപ്സ്റ്റിക് ഇടുന്നതിന് എൻ്റെ പപ്പയുടെ നിന്ന് എനിക്ക് ഒരുപാട് ചീത്ത കേൾക്കാറുണ്ട്. അത് പിന്നെ അങ്ങനെയാണല്ലോ. അപ്പോൾ പറയും എപ്പോഴും മെർക്കുറി ഒക്കെ ആഡ് ചെയ്ത്, വലിയ റീസണായിട്ട് ന്യൂസൊക്കെ വന്നത് കണ്ടപ്പം മെർക്കുറി ആഡ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ്. അതും ഒരു കണക്കിന് നോക്കിയാൽ ശരിയാണ്, അതിനകത്ത് ഫുൾ കെമിക്കൽസാണ്. പിന്നെ നമുക്കിതൊന്നും ഇല്ലാണ്ട് പറ്റത്തില്ലാത്തൊരു സ്ഥിതിയിൽ ഞാൻ അങ്ങ് അപ്ലൈ ചെയ്യും. ഞാൻ 2 ലിപ്സ്റ്റിക്കും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇടുന്നത്. പിന്നെ ലിപ്പ് ലൈനറും ഇതാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ ലാസ്റ്റ് ഒരു വേറെ കളർ വരും. ക്യാമറയിൽ എത്രത്തോളം അതുണ്ട് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ബട്ട് ഡയറക്റ്റിൽ ഒരു വ്യൂവിൽ വെച്ച് നോക്കുമ്പോൾ കളർ നല്ല ഡിഫറൻസ് ഉണ്ട്. ഇതിലെനിക്ക് പക്ഷേ അത്ര ഡിഫറൻസ് തോന്നുന്നില്ല. അപ്പം ഇത്രയേ ഉള്ളൂ. ഞാൻ ഇങ്ങനെയാണ്. പിന്നെ കണ്ണെഴുതും, ഐബ്രോസ് അധികം എഴുതാറില്ല. ആവശ്യത്തിനധികം ഐബ്രോസ് എനിക്കുണ്ട്, അതുകൊണ്ട് ഞാനത് എഴുതാറില്ല. പിന്നെ ബ്ലഷ് ഇടും. അത്രയാണ് ഞാൻ ചെയ്യാറുള്ളത്. ഇപ്പോൾ ചിലർ വിചാരിക്കുന്നുണ്ട് ഇത് തന്നെ ഓവറാണ്. ഇത് ഓവറൊന്നല്ല, കുറച്ചേ ഉള്ളൂ. ഇതിൽ മേക്കപ്പ് ഒക്കെ ഇടുന്നവരെ കണ്ടിട്ടുണ്ടെങ്കിൽ വെച്ച് നോക്കുമ്പോൾ ഒന്നുമല്ല. അപ്പം ഇത്രയേ ഉള്ളൂ, ഞാൻ ഇത്രേ യൂസ് ചെയ്യാറുള്ളൂ. അപ്പം പിന്നെ ഞാൻ കമ്മലും മാലയും എല്ലാം ഇട്ട് പിന്നെ കുറച്ച് ലോഷൻ അപ്ലൈ ചെയ്യും. ബാംഗ്ലൂരിലെ ക്ലൈമറ്റ് ലോഷൻ ഇല്ലാണ്ട് പറ്റത്തില്ല. കൈയൊക്കെ ഭയങ്കരമായിട്ട് മുരിച്ചിൽ പോലെ വരും. അപ്പം അതില്ലാതെ പറ്റത്തില്ലാത്ത കാരണം അത് അപ്ലൈ ചെയ്തു. അപ്പം അത്രയേ ഉള്ളൂ. ലാസ്റ്റ് ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഇങ്ങനെ ഇരിക്കും ഞാൻ എൻ്റെ ഫേസിൽ ഓരോന്ന് അപ്ലൈ ചെയ്താൽ. ഇതിൽ ഓവറായിട്ട് അപ്ലൈ ചെയ്താൽ കുറച്ചും കൂടെ വേറെ രീതി ഇതാണ്. പിന്നെ പുറത്തൊക്കെ ഇരുന്നിട്ട് ഞാൻ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് 6 മണിക്ക് അവിടെ നിന്ന് എടുക്കുള്ളൂ. അപ്പം എനിക്ക് തോന്നുന്നു ഇവിടുന്ന് 6:45 പറ്റും. മണിക്ക് പറഞ്ഞാൽ മതി. ഇപ്പോഴാണ് മെസ്സേജ്. ഒരു സുഖമില്ല, ഇത് പോകണ്ടേ. പിന്നെ ഫൈനലി പപ്പ വന്നിട്ട് എന്നെ കൊണ്ടുപോകാൻ. അന്നേരത്തേക്ക് ഞാൻ മമ്മിയോട് എല്ലാം പാക്ക് ചെയ്യാൻ പറഞ്ഞു. അമ്മ ഫുഡ് ഐറ്റംസ് എല്ലാം പാക്ക് ചെയ്തു. ഇതാ ചക്ക വറുത്തതുണ്ട്, പിന്നെ അതുപോലെ തന്നെ കുമ്പിളപ്പം ഉണ്ട്, പിന്നെ ഇടനപ്പം ഉണ്ട്. ഇതൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഞാൻ ബാഗിലെടുത്ത് വെച്ച് ഇതാ കാറിലോട്ടെല്ലാം എടുത്തു വെച്ചിട്ട് ഞാൻ പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പപ്പ പുറത്തിറങ്ങിയില്ല, കാരണം അർജൻറ്റായിട്ട് പോകണം എന്നുള്ളതുകൊണ്ട്. സമയം ഓൾറെഡി ലേറ്റായി എന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷേ പിന്നെ അമ്മയ്ക്ക് ഉമ്മയൊക്കെ കൊടുത്ത്, മമ്മിക്ക് ഞാനും ഒരു ഉമ്മയൊക്കെ കൊടുത്തു. പിന്നെ ഞങ്ങൾ അടിവാരത്തു നിന്നാണ് ബസ്. അപ്പോൾ അടിവാരത്തിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 6:15 വരും, 6:45 വരുമെന്ന് പറഞ്ഞ ബസ് വന്നത് 7:45. അപ്പം അത്രയും നേരം ഞങ്ങൾ പോസ്റ്റായി. പിന്നെ പപ്പേനെ കൊണ്ട് ബായി ഒക്കെ പറയിപ്പിച്ച് യാത്രയൊക്കെ പറഞ്ഞു. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ചാനലിൻ്റെ പേര് സ്റ്റാൻഡേർഡ്സ് ബൈ ജസ്ന എന്നാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.